പഠന്തോ നാമാനി പ്രമദപരസിന്ധോ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദകഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താഃ സ്ത്വയി ഖലു രമന്തേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഇവിടെ ഭക്തിയോഗമാണ് ഏറ്റവും എളുപ്പമായ മാർഗം മുക്തിക്ക് എന്ന് കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു. ഇനി ഭക്തന്മാരുടെ ലക്ഷണം, സ്വരൂപം എന്താണെന്നാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അതായത് അവിടുത്തെ ദിവ്യനാമങ്ങളെ ഉറക്കെ ഉച്ചരിക്കുകയും അവിടുത്തെ ദിവ്യരൂപത്തെ ആനന്ദ പാരവശ്യത്തോടെ സ്മരിക്കുകയും അങ്ങയുടെ അസാധാരണ ഗുണങ്ങളെയും ചരിതങ്ങളെയും വർണ്ണിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ എവിടെ ആയി സഞ്ചരിച്ച് തീർത്ഥയാത്ര നടത്തുകയും ചെയ്ത് അവിടുത്തെ തന്നെ ഭജിച്ച് വസിക്കുന്ന ആളുകളെയാണ്, അങ്ങനെയുള്ള ഭക്തന്മാരാണ് ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഞാനും അത്തരത്തിലുള്ള ഒരു ഭക്തനാകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത്. പഠന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദകഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താഃ ത്വയി ഖലു രമന്തേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസപരേപി അനാസക്തം ചിത്തം ഭവതി പദ വിഷ്ണോ കുരുദയാം ഭവത്പാദാംബോജ സ്മരണരസികോ നാമനിവഹാർ അഹം ഗായം ഗായം ഗുഹജന വിവത്സ്യാമി വിജനേ. മൂന്നാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണിത്. കവി പറയുകയാണ്, അല്ലയോ വിഷ്ണു, വ്യാധികളും ആദികളും കൊണ്ട് ഞാൻ ക്ലേശിക്കുകയാണെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. അതിനാൽ ഇന്ദിരുവിളിയുടെ ഭജനത്തിലുള്ള ആനന്ദത്തിൽ പോലും ആസക്തിയില്ലാത്തവനായി തീർന്നിരിക്കുകയാണ് ഞാൻ. ഇതിൽ പരം കഷ്ടം എന്തുണ്ട്? ആയതിനാൽ എന്നിൽ കനിവുണ്ടായി എൻ്റെ മനസ്സിനെ അവിടുത്തെ ഭക്തിക്ക് വശനാക്കി തീർക്കണമേ. ഞാൻ അവിടുത്തെ പാദപത്മങ്ങളെ സ്മരിക്കുന്നതിലുള്ള രസം കണ്ടെത്തി അവിടുത്തെ നാമങ്ങളെ പാടിപ്പാടി ഏതെങ്കിലും നിർജ്ജനമായ സ്ഥലത്ത് ആരും അറിയാതെ വസിച്ചുകൊള്ളാം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസപരേപി അനാസക്തം ചിത്തം ഭവതി പദ വിഷ്ണോ കുരുദയാം ഭവത്പാദാംബോജ സ്മരണരസികോ നാമനിവഹാർ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയക്ലേശോക പ്രശമനദശാനാമ കിയതി നകേകേ ലോകേസ്മിൻ
അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്ത മുക്ത സുഖഗതിമസക്ത വിദധത്തെ. മൂന്നാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകമാണിത്. കൃപാതേ ജാതാജേൽ, അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ ലഭിക്കാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല. അപ്പോൾ എൻ്റെ ഈ ക്ലേശനാശം എന്നത് അങ്ങയെ സംബന്ധിച്ചിടത്തോളം എത്രയോ ലഘുവാണ്, എത്രയോ എളുപ്പമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. അങ്ങയിലുള്ള ഭക്തി കാരണം എത്രയോ ധന്യന്മാർക്ക്, ഉദാഹരണമായി പ്രഹ്ലാദ നാരദാദികൾക്ക് ഇഹലോകത്തെ വിഷയാസക്തിയും ദുഃഖവും തീർന്ന് മോക്ഷം ലഭിച്ചിരിക്കുന്നു. എങ്കിലും വിഷയാസക്തരായ മൂഢന്മാർ അത് ഇപ്പോഴും അറിയുന്നില്ലല്ലോ. കൃപാതേ ജാതാജേ കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമനദശാനാമ കിയതി ന കേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്ത മുക്ത സുഖഗതിമസക്ത വിദധത്തെ. മുനിപ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംബോജ സ്മരണവിരുജോ നാരദമുഖാഃ ചരന്തീശസ്വൈരം സതത പരിനിർപ്പാദപരജിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്ന കിമപരം. മൂന്നാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകമാണിത്. ഭക്തോത്തമന്മാരായ നാരദാദികളുടെ നടപടിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അവിടുത്തെ താമരപ്പൂവിനൊത്ത കാലടികളെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രം അവരുടെ സകല താപങ്ങളും തീർന്നിരിക്കുന്നു. കൂടാതെ അത്യന്തം ദുർലഭമായ ആത്മജ്ഞാനവും അവർക്ക് ഒരു പ്രയത്നവും കൂടാതെ തന്നെ ലഭിച്ചിരിക്കുന്നു. അവർ എപ്പോഴും ഉള്ളിൽ പ്രകാശിക്കുന്ന സച്ചിദാനന്ദ രൂപമായ ബ്രഹ്മത്തിൻ്റെ സാക്ഷാത്കാരം കൊണ്ട് ഉണ്ടായ പരമാനന്ദത്തിൻ്റെ ഒഴുക്കിൽ ആറാടിക്കൊണ്ട് ലോകാനുഗ്രഹത്തിനായി ആർക്കും കാണാൻ കഴിയാത്ത രൂപത്തിൽ യഥേഷ്ടം സഞ്ചരിക്കുന്നു. ഇതിലധികം എന്താണ് വേണ്ടത്? അവിടുത്തെ കൃപയാൽ എനിക്കും അത്തരത്തിലുള്ള ആത്മസാക്ഷാത്കാരവും ആനന്ദവും സിദ്ധിക്കുമാറാകണേ ഗുരുവായൂരപ്പ എന്നാണ് കവി ഇവിടെ പ്രാർത്ഥിക്കുന്നത്. മുനി പ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംബോജ സ്മരണവിരുജോ നാരദമുഖാഃ ചരന്തീശ സ്വൈരം സതത പരിനിർപ്പാദ പരജിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്ന കിമപരം. ഭവദ്ഭക്തിസ്പീദാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേദ്വ്യാസസ്യോക്തേ തവ ച വചനം നിഗമവചോ ഭവേന്മിഥ്യാരഥ്യ പുരുഷവചനപ്രായമഖിലം. മൂന്നാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണിത്. നാരദാദി മുനികൾക്ക് നിന്തിരുവടിയോടുള്ള ഉത്കൃഷ്ട ഭക്തി
എനിക്കും ഉണ്ടായി വരട്ടെ എന്നാണ് കവി പ്രാർത്ഥിക്കുന്നത്. ആ ഭക്തി തന്നെ സകല താപങ്ങളെയും ശമിപ്പിക്കും. കാരണം ഈ ഭക്തി ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്നിങ്ങനെ 3 തരത്തിലുള്ള താപങ്ങൾ മുഴുവനും നശിപ്പിക്കുവാൻ മതിയായിട്ടുള്ളതാണ്. ഇക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ അഷ്ടാദശ പുരാണങ്ങളിലും വ്യാസ ഭഗവാൻ പറഞ്ഞിട്ടുള്ള വാക്കുകളും ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിലും ഉദ്ധവോപദേശത്തിലും പറഞ്ഞിട്ടുള്ള വാക്കുകളും ഇവയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്ന ഉപനിഷത് വാക്യങ്ങളും എല്ലാം തന്നെ അപ്രമാണമായി തീരുന്നതാണ്. അതായത് അങ്ങാടിപ്പിള്ളേരുടെ വാക്കിനൊപ്പം അസത്യമായി പരിണമിക്കുന്നതാണ് എന്നാണ് കവി നമ്മോട് പറയുന്നത്. ഭവത് ഭക്തിസ്പീദാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേദ്വ്യാസസ്യോക്തി സ്തവച വചനം നൈകമവചോ ഭവേന്മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായ അഖിലം. ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുരാ ത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേത് അഖില പരിതാപ പ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. ഈ ശ്ലോകത്തിൽ, അതായത് ഇത് 6ാമത്തെ ശ്ലോകമാണ്, ഭക്തി ജ്ഞാനത്തേക്കാൾ ഉത്കൃഷ്ടമാണെന്ന് സ്ഥാപിക്കുകയാണ് കവി. ഒന്നാമതായി, നിന്തിരുവടിയിലുള്ള ഭക്തി അവിടുത്തെ ഗുണഗണങ്ങളിലുള്ള പ്രീതി നിമിത്തം ആരംഭത്തിൽ തന്നെ മധുരമുള്ളതാകുന്നു. അത് അടുത്ത ഘട്ടത്തിലെത്തുമ്പോൾ സകല താപങ്ങളെയും ശമിപ്പിക്കുന്നതാകുന്നു. അവസാന ഘട്ടത്തിൽ അത് ബ്രഹ്മജ്ഞാനമായി പരിണമിക്കുകയും മോക്ഷത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ആത്മജ്ഞാനഫലത്തെ ആദ്യന്ത മധുരമായിരുന്നു കൊണ്ട് പ്രദാനം ചെയ്യുന്ന ഭക്തി അവസാനത്തിൽ മാത്രം സരസമായ ജ്ഞാനത്തേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠം തന്നെ. അതുകൊണ്ട് ഭക്തി തന്നെയാണ് എല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്ന മോക്ഷമാർഗം. ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുരാ ത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേത് അഖില പരിതാപ പ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. തുടക്കത്തിൽ തന്നെ മാധുര്യം നൽകുന്നതാണ് ഭക്തി എന്ന് പറഞ്ഞുവല്ലോ. ആദ്യന്തം മധുരമായ ഭഗവത് രൂപസങ്കല്പങ്ങൾ വർണ്ണിക്കുന്ന മധുരാഷ്ടകം വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ ഒരു 4 വരി കേട്ട് നോക്കൂ. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം
മധുരം മധുരാധിപതേ അഖിലം മധുരം. ഭഗവാന്റെ എല്ലാ അംഗങ്ങളും മാധുര്യമേറിയതാണ് എന്നാണ് ഈ മധുരാഷ്ടകത്തിൽ ഇനിയുള്ള ശ്ലോകങ്ങളിലൊക്കെ പറയുന്നത്. കേൾക്കാൻ ഇമ്പമുള്ള ഒരു കാര്യമാണ്, ഒരു അഷ്ടകമാണത്. തീർച്ചയായും നിങ്ങളത് പഠിക്കണം. നമുക്ക് നല്ലൊരു അനുഭൂതി ഉണ്ടാവും. കൃഷ്ണ ഗുരുവായൂരപ്പ. വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനമഥതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. മൂന്നാം ദശകത്തിലെ 7ാമത്തെ ശ്ലോകമാണിത്. ഇവിടെ ഭട്ടതിരി തൻ്റെ വാതരോഗം ശമിപ്പിക്കണേ എന്നുകൂടി അർത്ഥമാക്കിക്കൊണ്ടുള്ള ഒരു ശ്ലോകമാണിത്. ക്ലേശങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി എൻ്റെ കാലുകളെ നിന്തിരുവടിയുടെ ക്ഷേത്രത്തിൽ എത്തുന്ന കാര്യത്തിൽ രസമുള്ളതാക്കി തീർക്കണമേ ഭഗവാനേ. എൻ്റെ കൈകളെ നിന്തിരുവടിയുടെ പൂജാകർമ്മങ്ങളിലും കണ്ണുകളെ നിന്തിരുവടിയുടെ രൂപദർശനത്തിലും ഘ്രാണേന്ദ്രിയത്തെ നിന്തിരുവടിയുടെ പാദത്തിൽ അർച്ചിക്കപ്പെട്ട തുളസീദളം മണക്കുന്നതിലും രസമുള്ളവയാക്കി തീർക്കണമേ. ഇതാണ് ഇതിൻ്റെ വാച്യാർത്ഥം. വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനമതതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. പ്രഭൂതാദിവ്യാധി പ്രസഭജലിതേ മാമക ഹൃദി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാ പരിഭവാൻ. അനേകം ശാരീരങ്ങളായ രോഗങ്ങളാലും മാനസങ്ങളായ രാഗാദികളുടെയും ശക്തിക്ക് കീഴടങ്ങിയ എൻ്റെ ഹൃദയം അവിടുത്തെ ജ്ഞാനാനന്ദങ്ങൾ നിറഞ്ഞ രൂപത്തെ ദർശിക്കുമാറാകട്ടെ. അങ്ങനെ ആയാൽ മാത്രമേ ഭക്തിയുടെ ലക്ഷണങ്ങളായ രോമാഞ്ചം, ആനന്ദബാഷ്പം ഇവയോടെ താപത്രയ ദുഃഖത്തെ മറന്ന് പരമാനന്ദം അനുഭവിപ്പാൻ എനിക്ക് ഇടവരികയുള്ളൂ. പ്രഭൂതാദിവ്യാധി പ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമസുഖചിദ്രൂപമുദിയാത് ഉദഞ്ചത്രോമാഞ്ചോ ഗളിതബഹു ഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാ പരിഭവാൻ. മരുദ്ഗേഹാധീശ
ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ ഭവസ്നേഹി സോഹം സുബഹുപരിതപ്യേ ജഗിമിദം അകീർത്തിസ്തേ മാഭൂത് ഭരത ഗദഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ചെടിതി ഗുരുമാം കംസദമന. ഇവിടെ കവി തൻ്റെ ഒരു പരാതി പോലെയാണ് ഈ ശ്ലോകത്തിൽ ഭഗവാനോട് സൂചിപ്പിക്കുന്നത്. എന്തെന്നാൽ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയോടുള്ള ഭക്തി തീരെ ഇല്ലാത്തവരും സുഖികളായിരിക്കുന്നതായി കാണുന്നു. അല്ലേ? നിന്തിരുവടിയുടെ ഭക്തനായ ഞാനാകട്ടെ വലുതായ ദുഃഖത്തിലകപ്പെട്ട് വലയുന്നു. ഇതെങ്ങനെ സംഭവിക്കും? നമുക്കെല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണത്. നമ്മൾ ഒരുപാട് ഭഗവാനെ വിളിക്കുന്നു, എങ്കിലും ഭഗവാൻ നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ആളുകൾ വളരെ സുഖമായി ജീവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സംശയം വരാം, ഇതെന്താ ഇങ്ങനെയെന്ന്. പട്ടതിരി അത് തന്നെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അല്ലയോ ഭക്തന്റെ ആഗ്രഹങ്ങളെ പ്രദാനം ചെയ്യുന്ന ഭഗവാനെ, അവിടുത്തേക്ക് അപഖ്യാതി ഉണ്ടാകരുത്. അതായത് അങ്ങയോട് ഭക്തിയില്ലാത്തവർ സുഖമായിരിക്കുകയും ഭക്തരായ എന്നെപ്പോലുള്ളവർക്ക് ദുഃഖമുണ്ടാവുകയും ചെയ്യുമ്പോൾ അവിടുത്തെ ഭജിക്കുന്നത് വ്യർത്ഥമാണെന്ന് ഒരു അപഖ്യാതി ഉണ്ടാകാവുന്നതാണ്. എൻ്റെ ഭക്തിയും അതുകൊണ്ട് ശിഥിലമായേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് അല്ലയോ കംസദമന, ഭക്താഭീഷ്ടങ്ങളെ പ്രദാനം ചെയ്യുന്ന അവിടുന്ന് ഭക്തദാസനാണല്ലോ, എൻ്റെ ദുഃഖഭാരത്തെ ശമിപ്പിച്ച് എൻ്റെ ഭക്തിക്ക് ദൃഢത വരുത്തേണമേ ഭഗവാനേ. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ ഭവസ്നേഹി സോഹം സുബഹുപരിതപ്യേ ജഗിമിദം അകീർത്തിസ്തേ മാഭൂത് ഭരത ഗദഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ചെടിതി കുരുമാം കംസദമന. കിമുക്തൈർഭൂയോഭിസ്തവ ഹി കരുണ യാവതുദിയാത് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തിം വ്യക്തം നദിനുദിനിഷേവ വിരചയൻ. മൂന്നാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. കിമുക്തൈർഭൂയോവി. അധികം പറഞ്ഞിട്ട് എന്താണ് ഫലം? പരാതി പറഞ്ഞ് സമയം കളഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ദുഃഖങ്ങൾ ഉണ്ടായാൽ അവയ്ക്ക് പ്രതിവിധി കണ്ടെത്തണം. എന്താണ് പ്രതിവിധി? പ്രതിവിധി സുവ്യക്തമായി മുന്നിലുണ്ട്. അതായത് എൻ്റെ ദുഃഖം കൊണ്ടുള്ള പ്രലാപങ്ങളെയെല്ലാം ഒരിടത്ത് മാറ്റിവെച്ച് നിന്തിരുവടിയുടെ കരുണയുണ്ടാവുന്നത് വരെ അങ്ങയുടെ പാദസന്നിധാനത്തിലിരുന്ന് നമസ്കരിച്ചും സ്തുതിച്ചും മറ്റ് പ്രകാരങ്ങളിൽ സേവിച്ചും കൊണ്ട് നാളുകൾ കഴിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതുവരെ എന്നെ അനുഗ്രഹിക്കേണ്ട ഭാരവും അവിടത്തേക്ക് തന്നെയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ. കിമുക്തൈർഭൂയോഭിസ്തവ ഹി കരുണായാവതുദിയാത് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തിം വ്യക്തം നദിനുദിനിഷേവ വിരചയൻ.